ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈയിടെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി സെറ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുട്ട അട വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അട വെക്കുന്നതല്ല, ഇൻക്യുബേറ്ററിനകത്ത് മുട്ട സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ ചെയ്ത വീഡിയോയും ആ തെർമോസ്റ്റാറ്റിൻ്റെ വാല്യൂ കറക്റ്റ് ചെയ്ത വീഡിയോയും ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്കിനകത്ത് ആദ്യം കുറച്ച് മുട്ട ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി അറക്കപ്പൊടിയോ ഈ തൊണ്ടിൻ്റെ ചകിരിയോ എന്ത് വെക്കും. ഞാൻ ഇപ്പോൾ തൊണ്ടിൻ്റെ ചകിരിയാണ് എടുക്കുന്നത്. നമുക്ക് തൊണ്ടിൻ്റെ ചകിരി സെറ്റ് ചെയ്ത് വെക്കാം. ചകിരി വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചകിരി വെക്കുന്നതെന്ന് തന്നെ പറയുമ്പോൾ മുട്ട നമുക്ക് ഉരുണ്ട് പോകാതിരിക്കാൻ പിന്നെ ലെവലായിട്ട് വെക്കണം. കാരണം നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വെള്ളം വെക്കുമ്പോൾ അത് കമരല്ലല്ലോ. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ മുട്ട 2-3 വീട്ടിൽ പോയി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ട എവിടെയൊക്കെയാണ് പോയി എടുത്തതെന്നുള്ളതും അവിടുത്തെ പൂവൻ കോഴി ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് എന്നിട്ട് കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമുക്ക് ഈ മുട്ട മാർക്ക് ചെയ്ത് വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 3 എടുത്തുനിന്നാണ് മുട്ട എടുത്തേക്കുന്നത്. 3 എടുത്തേയും ഞാൻ ചെറിയ ചെറിയ കോഴികളുടെ ക്ലിപ്സ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ആദ്യം ചകിരി ഫില്ല് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പോയത്. ഇവിടുന്ന് നമുക്കൊരു 5 മുട്ട ഇട്ടിട്ടുണ്ട്. നല്ല കോഴികളാണ്. ആ പൂവനാണ് ഇവിടെ, ഒരേ ഒരു പൂവനേ ഉള്ളൂ. പക്ഷേ അതെല്ലാവരും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കുറേ പേര് അട വെച്ചിട്ടുണ്ട്. നമുക്കത് ഉള്ളോട്ട് കയറി കാണാം. കുറേ പെടകളും ഉണ്ട്. അപ്പോൾ നോക്കാം. നല്ല നാടൻ കോഴിയാണെന്നാണ് പറഞ്ഞെനിക്ക്. നാടൻ കോഴിയാണോ അല്ലയോ എന്ന് അറിയത്തില്ല. നിങ്ങൾ നോക്കിയിട്ട് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പൂവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളർഫുൾ പൂവന്. ഇതാപ്പോൾ ഇവിടുത്തെ പെടക്കോഴികൾ. അത് കുറച്ചുണ്ട്, കുറച്ചൊക്കെ വെളിയിൽ കിടന്ന് കറങ്ങുവാന്ന് അയിത്ത പറഞ്ഞ്. എല്ലാ ദിവസവും മുട്ട കിട്ടുന്നുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയ മുട്ടയെല്ലാം വിരിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കോഴിയിട്ട മുട്ട വിരിച്ച എടുത്ത കുഞ്ഞുങ്ങളായി കാണുന്നത്. അപ്പോൾ ഇത് കൊള്ളാം. ഇവരെല്ലാവരും പറഞ്ഞ് എന്നോട് 2-3 പേര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് വിരിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടുന്ന് മുട്ട എടുത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ 2ാമത്തെ സ്ഥലത്ത് വന്നപ്പോൾ 2 പൂവൻ കോഴിയും കുറേ പെടക്കോഴിയും ഉണ്ട്. ഇവിടുന്ന് ഇപ്പം ഇത് നാടൻ കോഴിയാണെന്നാണ് പറഞ്ഞത്. ഒന്നിനും പാലും രോമമൊന്നും കാണുന്നില്ല, എന്തുവാന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടുന്ന് കുറേ പേര് എടുത്ത് വിരിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്നും കുറച്ച് എടുക്കാം. പൂവൻ കോഴിയെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. പാലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിന്. കുഴപ്പമില്ല, ആക്റ്റീവാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കൊത്തുമുട്ട അതുകൊണ്ട് നമ്മൾ വിരിയിക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ഈ പൂവൻ കോഴി ഉള്ളിടത്തു നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ മുട്ട വിരിയാൻ ചാൻസ് എന്ന് കുറവാന്നല്ല, പൂവൻ കോഴി ഇല്ലെങ്കിൽ മുട്ട വിരിയത്തില്ല. ഇപ്പം പൂവൻ കോഴിയൊക്കെ കൊള്ളാം. പക്ഷെ പിടയ്ക്കൊന്നും അത്ര രോമവും കാര്യങ്ങളൊന്നും. ഞാൻ ഇത്താടൊക്കെ ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞ് അതൊന്നും വലിയ വിഷയം വെക്കണ്ട. അത് ഈ കോഴികൾ കാൽസ്യത്തിൻ്റെ കുറവ് കാരണം അങ്ങനെ പൊഴിഞ്ഞു പോകുന്നതാണ്, ചൂട് കൂടുമ്പോൾ പൊഴിഞ്ഞു പോകുന്നതാണെന്നൊക്കെ പറയുന്നത്. എനിക്ക് കോഴിയെ വളർത്തിയിട്ടുണ്ടല്ലോ, അതെനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതേ നമ്മൾ മുട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിത് 3 സ്ഥലത്തെ മുട്ടയാണ്. ഒരെണ്ണം ഞാൻ കാണിച്ചില്ലെന്ന്, കാരണം വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെയാണ്. അത് F എന്ന് എഴുതിയേക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടത് ഗിരിരാജൻ കോഴിയുടെ മുട്ടകളാണ്. പിന്നെ ഞാൻ ഒരു വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ 2ാമത് കാണിച്ചത് 2 പൂവൻ കോഴി. അവിടെ നിന്ന് ഞാൻ 5 മുട്ട എടുത്തായിരുന്നു. പക്ഷേ അതിനകത്ത് 2 എണ്ണം ചതഞ്ഞതായിരുന്നു. അത് പറഞ്ഞപ്പോൾ ആദ്യത്തെ സമ്മതിക്കുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് ചതഞ്ഞാന്നാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, അത് പോട്ടെ. നമുക്കിപ്പോൾ 10 മുട്ട ഇപ്പോൾ ഉണ്ട്. 10 മുട്ട നമുക്ക് ഇനി അട വെക്കാം. അട വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആരെയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇൻക്യുബേറ്ററിനകത്ത് വെള്ളം വെക്കാൻ 3 പാത്രം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല, ഹ്യൂമിഡിറ്റി കറക്റ്റ് ആകത്തില്ല. കാരണം ഇത് വാട്ടറിൻ്റെ പ്രസൻസും കൂടെ വേണം. ഈ ചൂടാകുമ്പോഴേ വെള്ളത്തിൻ്റെ അംശവും കൂടെ ഇല്ലെങ്കിൽ ഈ മുട്ട പിന്നെ വിരിയത്തില്ല. മുട്ട കെട്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വെക്കാം. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ആ പാത്രം എടുത്തിട്ട് ആ ബൾബിൻ്റെ തറയിൽ തന്നെ വെക്കുവാണ്, അതായിരിക്കും നല്ലത്. നമുക്ക് ബൾബിൻ്റെ തറയിൽ തന്നെ വെച്ചിട്ട് നമുക്കത് വെള്ളം നിറച്ച് തന്നെ വെക്കാം. വെള്ളം നിറച്ച് നമുക്ക് ആ ബൾബിൻ്റെ ആ തറയിലോട്ട് തന്നെ വെക്കാം. ബൾബ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ 3 എണ്ണം നിരത്തി വെക്കണം. ഞാൻ ഇപ്പോൾ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അടുത്തത് പാത്രത്തിനകത്ത് വെള്ളം വെച്ചെടുത്ത് നമുക്ക് ഓരോന്നോരോന്ന് അങ്ങനെ 3 എണ്ണം നമുക്ക് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബൾബ് ഫിറ്റ് ചെയ്യാം. ബൾബ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുട്ട നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ലെവലിൽ നമുക്കിങ്ങനെ അടുക്കി കൊടുക്കാം. അത് നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് മുട്ട നമുക്കതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് വിരിയിക്കാനുള്ള മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഈ ബൾബിൻ്റെ അടുത്ത് തന്നെ വേണം. അടുത്തുനിന്ന് ഇച്ചിരി അങ്ങോട്ട് ബൾബിൻ്റെ ആ ഒരു ഏരിയയിൽ എന്തായാലും ആ കാർബോർഡിനകത്ത് മൊത്തം ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് കിട്ടും. നമുക്ക് സെൻസർ വെച്ചിട്ടുണ്ടല്ലോ ആ മൂലയ്ക്ക്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ അടുക്കി സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പോൾ അത് നമ്മൾ മുട്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് അത് ബൾബ് ഓൺ ആക്കണം, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. ഇനി ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട പ്രോസസ്സുണ്ട്. എന്ന് വെച്ചാൽ ഡെയിലി ഒരു 2 നേരമെങ്കിലും ഈ മുട്ട തിരിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്ത ഭാഗം തറയിൽ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട വിരിഞ്ഞ് കോഴിയായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്യണം, ഈ മുട്ടയ്ക്കകത്ത് ഈ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇനി വരും വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ വരുന്നതായിരിക്കും. നമുക്ക് ഇത് നമുക്ക് ഓണാക്കാം. ബൾബ് ഓൺ ആക്കിയിട്ടുണ്ട്. ബൾബ് ഓൺ ആക്കുമ്പം തന്നെ ഈ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ഇത് ചെല്ലുമായിരിക്കും. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ചെക്ക് ചെയ്യണം. എല്ലാ ദിവസം വേണം, 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കുറയുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ. നമുക്കിനി ബാക്കി അപ്ഡേറ്റ്സ് പിന്നെ കാണാം.